എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതമുണ്ട്. അപ്പൊ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണോ? ചില സിനിമകൾ കാണുന്ന പോലെ ഉണ്ട് കേട്ടോ. മിക്ക സിനിമകളും നമുക്ക് ഒരു ഗസ് ചെയ്യാനെങ്കിലും പറ്റുമോ, ഇന്ന ആളായിരിക്കും കൊലയാളി, ഇന്ന ആളായിരിക്കും ആ ഒരു പ്രതി എന്നൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു പരമ്പരയിൽ നമുക്കത് ഗസ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ആ ഒരു പ്രൊമോയില് നമ്മുടെ കാഞ്ചനൊക്കെ നമ്മുടെ രാധികാമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കേട്ടോ. രാധികാമ്മ വരുന്നില്ല, അവിടെ ഗീതുപ്പാപ്പ കേക്ക് മുറിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാധികാമ്മ ഭയങ്കര പുച്ഛഭാവട്ടോ. എന്തിനാ അവളിപ്പോ കേക്ക് മുറിക്കണം, ഈ വീട്ടിൽ ആരെങ്കിലും അവളുടെ ആരെങ്കിലും ചത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാഞ്ചനൊക്കെ പറയുന്നുണ്ട്, ഇല്ല ഗീതുപ്പാപ്പാരെ അപ്പ തിരുമ്പി വന്നിർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാധിക ഇങ്ങനെ ഷോക്കടിച്ച പോലെ നിൽക്കട്ടെ. എന്റെ രാധികയാണല്ലോ ഭയങ്കര കത്തിക്കൊക്കെ കുത്തിയത്. അപ്പൊ നമ്മുടെ ഭദ്രൻ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാധികയ്ക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഭാര്യയോടും ഇതൊക്കെ കേട്ട് ഷോക്കടിച്ച പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അജാസ് നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവർണികയെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ വേണം കൈപിടിച്ച് കയറ്റാൻ, അതിന് മാഡവും എന്താ പറയുക ഗീതുവും ഗോവിന്ദ് സാറും മുൻകൈ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, എന്താണിക്ക നമ്മുടെ അവർണികയുടെ കാര്യത്തിൽ ഇച്ചിരി കെയറിങ് കൂടുതലുണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലോ. സുവർണയും പോയല്ലോ അജാസിക്കയുടെ ജീവിതത്തിൽ, അജാസിക്കും പുതിയ ജീവിതമൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ ആക്കി പറയുന്നുണ്ട്. മിക്കവാറും അജാസിന്റെ ആ ഒരു ലൈൻ അത് തന്നെ ആയിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു എപ്പിസോഡിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ അജാസ് നമ്മുടെ അവർണികയെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു നോട്ടവും ആ ഒരു അവർണികയുടെ ചിരി കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ അജാസിന് നമ്മുടെ അവർണികയോട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഒരു ഇഷ്ടമൊക്കെ. എന്തായാലും അതിനുശേഷം നമ്മുടെ കേക്ക് മുറിയും ആഘോഷമൊക്കെ ആട്ടോ. അപ്പൊ നമ്മുടെ പ്രിയമോളും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്നു. അപ്പൊ പ്രിയമോളാട്ടോ കേക്ക് മുറിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമല്ലോ. ഗോവിന്ദ് ആ ലോകത്തേ ഇല്ല. അപ്പൊ നമ്മുടെ ഗീതു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഗോവിന്ദ് കണ്ണേട്ടൻ എന്താ ഈ ആലോചിക്കുന്നത്, നമ്മുടെ പ്രിയമോളുടെ ഒരു മാറ്റം കണ്ടിട്ട് കണ്ണേട്ടന് സന്തോഷമൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഗോവിന്ദ് പെട്ടെന്നാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരികെ വന്നിട്ട് പെട്ടെന്ന് കയ്യടിക്കുന്നുണ്ട്. ഗോവിന്ദൻ എന്താ കാര്യമൊന്നും ഒന്നും മനസ്സിലാകാതെ വെറുതെ കയ്യടിക്കുവാണ്. അപ്പൊ നമ്മുടെ ഗീതുവും എല്ലാവരും അയ്യപ്പണെന്നൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കും. ഈ കണ്ണേട്ടൻ ഇത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ ഗീതു നോക്കുന്നുണ്ട്. എന്തായാലും ഗോവിന്ദ് ഭയങ്കരമായിട്ടുള്ള ഒരു സംശയത്തിലാട്ടോ. ഗോവിന്ദിന്റെ തലയിൽ മൊത്തം അജാസ് എന്തോ മറയ്ക്കുന്നുണ്ട്. ആ ഗീതുവിന്റെ അച്ഛനല്ല കത്തെഴുതിയത്, ആ കത്തിന്റെ പിന്നിൽ ആരാണെന്നുള്ള ഒരു ചിന്തകളിലും ഇങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കുക നമ്മുടെ ഗോവിന്ദ്. ആ ഒരു ചിന്തകൾ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്കും ഉള്ളത്. ആരാണ് യഥാർത്ഥ കൊലയാളി എന്നതിന് ഇപ്പോഴും ഒരു ഉത്തരവില്ല. നമ്മുടെ ഭദ്രൻ എവിടെ പോയി എന്നുള്ള ഉത്തരവില്ല. അങ്ങനെ കുറെ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യങ്ങളായിട്ട് ഇപ്പോഴും അതൊക്കെ നിലനിൽക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു സസ്പെൻസ് ത്രില്ലർ, സൈക്കോ ത്രില്ലറിലേക്ക് പോകുന്ന ഒരു രീതി തന്നെയാണ് നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണേണ്ട എപ്പിസോഡുകളാട്ടോ. അപ്പോൾ നോക്കി കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.